ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് ഒരു സന്തോഷ വാർത്ത പറയാനായിട്ട് അച്ഛൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾക്ക് ഇവിടെ ഒരു കെട്ടിടം കാണാനായിട്ട് സാധിക്കും. ഇതൊരു ധ്യാനകേന്ദ്രമാണ്. കോഴിക്കോട് രൂപത പുതുതായിട്ട് ആരംഭിക്കുന്ന ധ്യാനകേന്ദ്രമാണ്. ഈ ധ്യാനകേന്ദ്രത്തിൻ്റെ പേരാണ് മരിയൻ റിട്രീറ്റ് സെൻറ്റർ മലപ്പുറം. ഈ ധ്യാനകേന്ദ്രം ഇരിക്കുന്നത് മലപ്പുറം നഗരത്തിൻ്റെ ഹൃദയഭാഗത്താണ്. ഈ സ്ഥലത്തിൻ്റെ പേര് മുണ്ടുപറമ്പ് എന്നാണ്. അപ്പോൾ മരിയൻ റിട്രീറ്റ് സെൻറ്ററിൻ്റെ അവസാനവട്ട പണികളെല്ലാം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ധ്യാനകേന്ദ്രത്തിൻ്റെ വെഞ്ചിരിപ്പ് 2025 ജനുവരി 15 കോഴിക്കോട് രൂപതാ മെത്രാൻ അഭിവന്യ വർഗീസ് ചക്കാലക്കൽ പിതാവ് നിർവഹിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഈ ധ്യാനകേന്ദ്രം അഭിവന്യ വർഗീസ് ചക്കാലക്കൽ പിതാവിൻ്റെ ഒരു സ്വപ്നമായിരുന്നു, അദ്ദേഹത്തിൻ്റെ ഒരു ദീർഘവീക്ഷണമായിരുന്നു, അദ്ദേഹത്തിൻ്റെ ഒരു ആഗ്രഹമായിരുന്നു. അദ്ദേഹത്തോടൊപ്പം രൂപത വികാരി ജനറൽ മോൺസിഞ്ഞോർ ജൻസൺ പുത്തൻ വീട്ടിലിൻ്റെയും രൂപത ഫിനാൻഷ്യൽ അഡ്മിനിസ്ട്രേറ്റർ ഫാദർ പോൾ പേഴ്സി ഡിസിൽവ അച്ഛൻ്റെയും രൂപത ചാൻസലർ സജീവ് വർഗീസ് അച്ഛൻ്റെയും അതോടൊപ്പം തന്നെ രൂപതയിലെ മറ്റ് വൈദികരുടെയും, പ്രത്യേകിച്ച് പേരെടുത്ത് പറയേണ്ടത് അഭിവന്യ മോൺസിഞ്ഞോർ വിൻസെൻ്റ് അറയ്ക്കൽ അച്ഛനാണ്. അച്ഛൻ മലപ്പുറം ഫൊറോന വികാരിയാണ്. മലപ്പുറം ഫൊറോനയുടെ കീഴിലാണ് ഈ ധ്യാനകേന്ദ്രം വരുന്നത്. ഇപ്പോൾ മോൺസിഞ്ഞോർ വിൻസെൻ്റ് അറയ്ക്കലിൻ്റെയും മറ്റ് വൈദികരുടെയും, രൂപതയിലുള്ള മറ്റ് വൈദികരുടെയും, എല്ലാ സന്യസ്തരുടെയും, എല്ലാ രൂപതാ വിശ്വാസികളുടെയൊക്കെ ആഗ്രഹത്തിൻ്റെ ഒരു സഫലീകരണമാണ്, ഒരു സാഫല്യമാണ് ഈ ധ്യാനകേന്ദ്രത്തിലൂടെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുക. അപ്പോൾ ഈ ധ്യാനകേന്ദ്രത്തിൻ്റെ പേര് അച്ഛനത് ഓർമ്മിപ്പിച്ചിരുന്നു, മരിയൻ റിട്രീറ്റ് സെൻറ്റർ എന്നാണ്. മരിയൻ റിട്രീറ്റ് സെൻറ്റർ മലപ്പുറം. ഇത് വളരെയധികം ഭംഗിയുള്ളൊരു സ്ഥലമാണ്. ഇതൊരു മലപ്പുറം ടൗണിൽ നിന്ന് ഏകദേശം 1 കിലോമീറ്റർ ഇങ്ങോട്ടേക്ക് ദൂരമുള്ളൂ. മുണ്ടുപറമ്പെന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. വളരെ മനോഹരമാണ്, ശാന്ത സുന്ദരമായിട്ടുള്ള ഒരു സ്ഥലമാണ്. ഒത്തിരി മരങ്ങളും ഒരു കൂളിങ് ഇവിടെ എപ്പോഴും ഉണ്ട്. നല്ല ഇവിടെ വന്നിരിക്കുമ്പോൾ തന്നെ നമുക്കൊരു പോസിറ്റീവായിട്ടുള്ളൊരു വൈബ്, പോസിറ്റീവായിട്ടുള്ളൊരു പ്രാർത്ഥിക്കാൻ തന്നെ തോന്നുന്നൊരു സ്ഥലമാണ്. ഒത്തിരി ആത്മീയത, ഒത്തിരി, പ്രത്യേകിച്ച് മരിയൻ, ഇതിനു മുമ്പ് ഇവിടെ ഉണ്ടായിരുന്നൊരു മരിയൻ കൂട്ടായ്മയുണ്ട്. ആ കൂട്ടായ്മയിലുള്ള ആളുകൾ ഇവിടെ വന്നിരുന്നൊക്കെ ഒത്തിരി വർഷങ്ങളായിട്ട് പ്രാർത്ഥിച്ച് ഒരുക്കിയെടുത്ത ഒരു മണ്ണാണിത്. അപ്പോൾ അത്രയും അഭിഷേകം ഈ മണ്ണിനുണ്ട്. ഇപ്പോൾ എല്ലാ വ്യാഴാഴ്ചകളിലും ഞങ്ങളിപ്പോൾ കുരിശിൻ്റെ വഴികളും ജപമാലകളും ഒക്കെ ചൊല്ലി പ്രാർത്ഥിക്കുന്ന ഒരു മണ്ണാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ അഭിഷേകം ഈ മണ്ണിനുണ്ട്. അപ്പോൾ ഈ ധ്യാനകേന്ദ്രത്തിൻ്റെ വെഞ്ചിരിപ്പ് കർമ്മം ജനുവരി 15 രാവിലെ 10:30 മണിക്കാണ് നടത്തപ്പെടുക. അഭിവന്യ വർഗീസ് ചക്കാലക്കൽ പിതാവ് വെഞ്ചിരിപ്പ് കർമ്മം നടത്തുന്നു. തുടർന്ന് എൻ്റെ പേര് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് അച്ഛൻ വിചാരിക്കുകയാണ്, ഫാദർ ജീവൻ തൈപ്രമ്പിൽ. ഞാനാണ് ഈ ധ്യാനകേന്ദ്രത്തിൻ്റെ ഡയറക്ടർ. അപ്പോൾ ഞാനും എൻ്റെ ടീം അംഗങ്ങളും ചേർന്ന് അന്ന് വെഞ്ചിരിപ്പിന് ശേഷം ശുശ്രൂഷ ഉണ്ടായിരിക്കുന്നതാണ്. ആരാധനയും വചനപ്രഘോഷവും വിടുതൽ ശുശ്രൂഷയും സൗഖ്യ ശുശ്രൂഷയൊക്കെ അന്ന് ഉണ്ടായിരിക്കുന്നതാണ്. പിന്നെ അതിനോട് അന്ന് ചേർന്ന് തന്നെ അഭിവന്യ വർഗീസ് ചക്കാലക്കൽ പിതാവ് ഇവിടെ വൈദിക മന്ദിരത്തിന് ശിലാസ്ഥാപന കർമ്മം, കല്ലിടൽ കർമ്മം കൂടി നടത്തുന്നതായിരിക്കും. അപ്പം അന്നത്തെ ദിനത്തിലേക്ക് നിങ്ങളെല്ലാവരെയും അച്ഛൻ ആത്മാർത്ഥമായിട്ട് സ്വാഗതം ചെയ്യുകയാണ്. പ്രത്യേകമായിട്ട് ഈ ധ്യാനകേന്ദ്രത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. ഇനീഷ്യൽ സ്റ്റേജിലാണ്, തുടങ്ങുകയാണ്. ഈ ധ്യാനകേന്ദ്രത്തിന് വേണ്ട എല്ലാ സ്വർഗീയമായ കൃപകളും, എല്ലാ സ്വർഗീയമായ ശക്തികളും, പരിശുദ്ധാത്മാവിൻ്റെ നിറവും, പരിശുദ്ധ അമ്മയുടെ ശക്തമായ സാന്നിധ്യവും, ദിവ്യകാരുണ്യനാഥൻ്റെ വലിയ സ്നേഹവും വലിയ കൃപകളും സന്തോഷവും സമാധാനവും ഒക്കെ ഇവിടെ കടന്നു വരുന്ന വ്യക്തികൾക്ക് ലഭ്യമാകാൻ വേണ്ടിയിട്ട് പ്രത്യേകമായിട്ട് അച്ഛനെ കേൾക്കുന്ന എല്ലാവരും പ്രാർത്ഥിക്കുക. ഒരിക്കൽ കൂടി നിങ്ങളെല്ലാവരും അച്ഛൻ സ്വാഗതം ചെയ്യുകയാണ്. ഈശോ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.